പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇന്ന് ചട്ടിപ്പത്തിരി എന്ന പാഠഭാഗം പരിചയപ്പെടാം. ഇതൊരു നോവൽ ഭാഗമാണ്. നോവലിൻ്റെ പേര് സുൽത്താൻ വീട്. എഴുതിയത് പ്രശസ്ത പത്രപ്രവർത്തകനും എഴുത്തുകാരനുമായ ശ്രീ P.A. മുഹമ്മദ് കോയ. പ്രാദേശികമായ മുസ്ലിം ഭാഷയിൽ വളരെ മനോഹരമായി എഴുതിയിട്ടുള്ള ഒരു നോവലാണ് സുൽത്താൻ വീട്. നോവലിൻ്റെ ജീവൻ അതിൻ്റെ ഭാഷ തന്നെയാണ്. ഒരടുക്കളയും ഒരു പലഹാരമുണ്ടാക്കാൻ കുറച്ച് സ്ത്രീകൾ അവിടെ ചെലവഴിക്കുന്ന സമയവും അവരുടെ അധ്വാനവും അവരുടെ ആകുലതകളുമൊക്കെയാണ് പാഠഭാഗത്ത് നാം കാണുന്നത്. മുസ്ലിം സമുദായത്തിന് ഏറെ പരിചിതമായ ചട്ടിപ്പത്തിരിയാണ് അവരുണ്ടാക്കുന്നത്. ഇന്നിപ്പോൾ എല്ലാവരും അതുണ്ടാക്കുന്നുണ്ടാകാം, കഴിക്കുന്നുണ്ടാകാം. എങ്കിലും ഒരു മുസ്ലിം സാംസ്കാരിക പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട ഒരു പലഹാരമാണ് അത്. അതൊരു പാരമ്പര്യ പലഹാരമാണെന്ന് പറയാം. എന്ന് പറഞ്ഞാൽ അവരുടെ തലമുറകളിലൂടെ കൈമാറി വരുന്ന ഉണ്ടാക്കുന്ന സ്വാദിഷ്ടമായ പലഹാരം. പലതരത്തിലും പല രീതിയിലും പല സ്ഥലങ്ങളിലും അത് ഉണ്ടാക്കുന്നുണ്ട്. ഈ നോവൽ ഭാഗത്ത് നമ്മൾ വളരെ കുറച്ച് ആളുകളെയാണ് അറിയുന്നത്. അതിൽ പ്രധാന കഥാപാത്രം ബിച്ചായി ഷെയ്ത്താത്തയാണ്. അവരാണ് ഈ അടുക്കളയുടെ ലീഡർ. അവരാണ് ഈ പലഹാരം ഉണ്ടാക്കാൻ മുൻപിൽ നിൽക്കുന്നത്. പാരമ്പര്യവും കഴിവും ഒക്കെയുള്ള ഒരു താത്ത. പിന്നെ നമ്മൾ കാണുന്നത് ബിച്ചായി ഷെയ്ത്താത്തയുടെ മകളായ കൽമേയി ബീരാമ്പി. അത് കൽമേയിയുടെ സഹോദരിയായ ബീരാമ്പി, കൽമേയിയുടെ മകളായ കച്ചേയി, പിന്നെ ഒരു പാത്തുമ്മേയി താത്ത, പിന്നെ പുരുഷനായിട്ട് നമ്മൾ കാണുന്നത് ഒരു അദ്രമാൻ പിയാപ്പിള, പിന്നെ 1-2 കുട്ടികൾ ഇടയ്ക്ക് കടന്നു വരുന്നുണ്ട്. ഇത്രയും ആളുകളാണ് ഈ അടുക്കളയിൽ കിടന്ന് പെരുമാറുന്നത്. ഇനി അവർ എന്താണ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്? ചട്ടിപ്പത്തിരിയാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് അറിഞ്ഞാലാണ് ഇവിടെ നടക്കുന്ന കോലാഹലം നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ചട്ടിപ്പത്തിരി പല സ്ഥലങ്ങളിലും അതിൻ്റെ പ്രാദേശിക ഭേദങ്ങളുണ്ടെങ്കിലും സാധാരണ രീതിയിൽ ഉണ്ടാക്കുന്നത് ആദ്യം കുറച്ച് ഗോതമ്പ് പൊടി എടുത്ത് കുഴച്ച് ചെറിയ ഉരുളകളാക്കി ചപ്പാത്തി പോലെ, നൈസ് പത്തിരി പോലെ പരത്തിയെടുക്കുന്നു. എന്നിട്ടത് അടുപ്പത്ത് വെച്ച് വാട്ടിയെടുക്കുന്നു. അത് വേവിക്കുന്നില്ല, വെറുതെ ഒന്ന് വാട്ടിയെടുക്കുന്നു. അതൊരിടത്തേക്ക് മാറ്റി വയ്ക്കുന്നു. തോല് എന്നാണ് അതിന് പറയുന്നത്, കാരണം അത്ര നേർത്തതായതുകൊണ്ടാണ്. ഇനി വേറൊന്ന് അവരുണ്ടാക്കുന്നത്, ഈ പത്തിരികളിൽ നിറയ്ക്കാനായിട്ട് വേറൊരു സാധനം, ഒരു മിശ്രിതം, ഒരു മസാല ഉണ്ടാക്കുന്നുണ്ട്. എന്തൊക്കെ വെച്ചാണ്? പാല്, പഞ്ചസാര, മുട്ട, ഇത് 3 കൂടി അടിച്ച് കലക്കി ചെറുതായി ചൂടാക്കി ഒരു മിശ്രിതം ഉണ്ടാക്കുന്നുണ്ട്. ഇനി ഇതിൽ വിതറാൻ വേണ്ടിയിട്ട് അവർ നമ്മൾ പായസത്തിലൊക്കെ ഇടുന്നത് പോലെ കശുവണ്ടി, കിസ്മിസ്, കസകസ ഒക്കെ നെയ്യിൽ വറുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 3 ഐറ്റം അവിടെ ഉണ്ട്. ഇത് 3ഉം തയ്യാറാക്കിയതിന് ശേഷം ഇത് ഉണ്ടാക്കുന്നത് പഴയ കാലമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇന്നത്തെ പോലെ ഒരു സൗകര്യങ്ങളുമില്ല. സ്ത്രീകൾ അത്യധ്വാനം തന്നെ ചെയ്യേണ്ടി വരും. ഇപ്പോൾ വിറകടുപ്പിൽ, പണ്ട് വിറകടുപ്പാണ്, വിറകടുപ്പിൽ ചെമ്പ് വെച്ച്, വലിയൊരു പാത്രമാണ് കേട്ടോ ചെമ്പ് വെച്ച് അതിൽ നെയ്യ് ഒഴിച്ചിട്ട് ഈ നമ്മൾ നേരത്തെ പരത്തി വെച്ചിട്ടുള്ള ഈ പത്തിരികൾ, തോലെന്ന് പറയണം, അത്ര സോഫ്റ്റാണത്, വാട്ടി വെച്ചിട്ടുള്ള ആ പത്തിരികൾ അതിൽ വെക്കുന്നു. അതിൻ്റെ മീതെ നമ്മൾ പറഞ്ഞ മിശ്രിതം, മുട്ട, പാൽ, പഞ്ചസാര മിശ്രിതം ഉണ്ടല്ലോ, അത് കുറച്ച് ഒഴിക്കുന്നു. അതിൽ കുറച്ച് നേരത്തെ കശുവണ്ടി തുടങ്ങിയ സാധനങ്ങൾ വിതറുന്നു. അതിൻ്റെ മുകളിൽ വീണ്ടും അടുത്ത പത്തിരി വയ്ക്കുന്നു. അതിൽ മുട്ട മിശ്രിതവും കശുവണ്ടിയും വിതറുന്നു. അതിൻ്റെ മുകളിൽ അടുത്തത് വയ്ക്കുന്നു. അങ്ങനെ നിരത്തി മുകളിൽ വെച്ച് വേവിക്കുന്നു, അടപ്പ് വെച്ച്. ഇപ്പൊക്കെ ആണെങ്കിൽ മറിച്ചിടാൻ, പണ്ട് അങ്ങനെയുള്ള അതിന് സ്വാഭാവികമായൊരു സ്വാദ് കിട്ടാൻ വേണ്ടി ഈ അടുപ്പിന് മുകളിൽ കനലിടുന്നു. കനലെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? കത്തിക്കൊണ്ടിരിക്കുന്ന വിറക്, തീ കഷ്ണങ്ങൾ അത് പറക്കിയിടുന്നു. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗവും ഒരുപോലെ ചൂടായി നല്ല സോഫ്റ്റായി നല്ല ടേസ്റ്റിയായ മധുരമുള്ള, വായിൽ വെള്ളം വരണുണ്ടോ, ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നു. ഇങ്ങനെയാണ് ചട്ടിപ്പത്തിരി ഉണ്ടാക്കേണ്ടത്. ഇത് ഞാൻ പറയാൻ കാരണം, അല്ലെങ്കിൽ ഇത് പരിചയമില്ലാത്ത ആളുകൾ, ഈ പ്രദേശവുമായി ബന്ധമില്ലാത്ത ആളുകൾ, ഇതിനെക്കുറിച്ച് ധാരണയില്ലാത്ത ആളുകൾക്ക് ഇത് വായിക്കുമ്പോൾ തോന്നും ഇതെന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്, എന്തൊക്കെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒരു ഐഡിയ കിട്ടില്ല. അതിന് വേണ്ടിയിട്ടാണ് ടീച്ചർ ഇത്രയും പറഞ്ഞത്. ഇനി നോക്കുക, എത്ര ആത്മാർത്ഥമായിട്ടാണ്, എത്ര ഏകാഗ്രമായിട്ടാണ് അവർ ഈ പണി ചെയ്യണത്. പ്രത്യേകിച്ചൊരു കാരണമുണ്ട്, അത് അവരുടെ വീട്ടിലുള്ളവർക്ക് കഴിക്കാനല്ല, വിരുന്നുകാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ആരോ ഗസ്റ്റുകൾ വരുന്നുണ്ട്, അവർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന സ്പെഷ്യൽ വിഭവമാണ്, പാരമ്പര്യ വിഭവമാണ്. അപ്പം നമുക്കറിയാമല്ലോ, വിരുന്നുകാരൊക്കെ വരുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ തയ്യാറാക്കി കൊടുക്കും. അവരൊരു കുറ്റം പറയാത്ത വിധത്തിൽ
ഏറ്റവും സ്വാദിഷ്ടമായ രീതിയിലാണ് അത് തയ്യാറാക്കുക. നമ്മുടെ ബിച്ചായി ഷെയ്ത്താത്ത അതിനു വേണ്ടി പെടുന്ന പെടാപ്പാടുകളും അവരുടെ അനുയായികളും ഒപ്പമുള്ളവരും ഇടയ്ക്ക് ഓടി വരുന്ന കുട്ടികളും എല്ലാം കൂടി രസകരമായൊരു ലോകം, രസകരമായൊരു അടുക്കള, അതോടൊപ്പം ആത്മാർത്ഥമായി അധ്വാനിക്കുന്ന കുറച്ച് സ്ത്രീകളുടെ ജീവിതം. അടുക്കളയിലാണ് സ്ത്രീകളുടെ ജീവിതം അല്ലേ. അവരത് ഇവിടെ ബിച്ചായി ഷെയ്ത്താത്ത ചെയ്യണത് അയ്യോ എന്നൊക്കെ പറഞ്ഞിട്ടൊന്നുമല്ല. അവർ വളരെ ആത്മാർത്ഥമായിട്ട് എന്തോ ഒരു കവി കവിത എഴുതുന്ന പോലെ, ഒരു കഥാകാരൻ ഒരു കഥ എഴുതുന്നത് പോലെ, ഒരു ശില്പി ഒരു ശില്പം ഉണ്ടാക്കുന്നത് പോലെ, അത്രയ്ക്ക് പാചകം ഒരു കലയാണെന്നാണല്ലോ പറയണത്. അത്രയ്ക്ക് ആത്മാർത്ഥമായിട്ടും അതിൽ പൂർണ്ണമായും മുഴുകിയുമായിട്ട് അവരത് തയ്യാറാക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഭാഷ, പ്രാദേശിക ഭാഷ മുസ്ലിം ഭാഷയാണ്. അപ്പോൾ എങ്കിലും അത് രസകരമാണ്. ആ ഭാഷയുടെ താളം നമ്മളെ ആ നോവലിലേക്ക് അടുപ്പിക്കും. പിന്നെ ഇതിൽ കുറച്ച് വാക്കുകൾ, ഇത് പഴയ കാലത്തെയാണ്, കുറച്ച് വാക്കുകൾ നമുക്കിന്ന് പരിചയമില്ലാത്ത കുറച്ച്. ഇപ്പം നമ്മൾ 1 കിലോ 2 കിലോ എന്ന് പറയും അല്ലേ. അതിന് പകരം ഇവിടെ റാത്തൽ എന്നാണ് പറയണത്. ഒരു റാത്തൽ എന്ന് പറഞ്ഞാൽ ഏകദേശം 1/2 കിലോയുടെ അത്ര വരും. അപ്പോൾ 2 റാത്തൽ എന്ന് പറഞ്ഞാൽ 1 കിലോ വരും. ഇനി ഇതുപോലെ സേർ എന്ന് പറയുന്നുണ്ട്. സേർ അത് ലിറ്റർ, നമ്മൾ ഇന്ന് ലിറ്റർ, ഒരു സേർ എന്ന് പറഞ്ഞാൽ 1 ലിറ്റർ എന്നൊക്കെയുള്ള ആ രീതിയിലാണ് ഇതിനകത്ത് അളവും തൂക്കവും പഴയ കാലത്തെ പദങ്ങളാണ് ഇതിനകത്ത് കാണുന്നത്. അപ്പോൾ നമുക്കൊന്ന് അടുക്കളയിലേക്കൊന്ന് പോകാം. എങ്ങനെയാണ് അവരിത് ഉണ്ടാക്കുന്നത്, എത്ര രസകരമായിട്ടാണ് പഴയ കാലത്തെ ജീവനുള്ള ഒരു അടുക്കള കാണാം. ഓക്കെ. ചട്ടിപ്പത്തിരി. അദ്രമാൻ പിയാപ്ല വൈകുന്നേരം തന്നെ സാമാനങ്ങളൊക്കെ വരുത്തിച്ചു. പിറ്റേന്ന് രാവിലെ ചട്ടിപ്പത്തിരിയുടെ ഇതിഹാസം ആരംഭിക്കുന്നു. അദ്രമാൻ പിയാപ്ല അങ്ങനെ ഒരാളെ നമ്മൾ കണ്ടത്. അദ്ദേഹമാണ് ഇതിന് വേണ്ട സാമഗ്രികളൊക്കെ കൊണ്ടുവന്നത്. ചട്ടിപ്പത്തിരിയുടെ ഇതിഹാസം എന്ന് പറയുന്നത് എന്താ, അതൊരു വലിയ സംഭവമാണ്. അത് അത്ര പെട്ടെന്നൊന്നും നടക്കണ കാര്യമല്ല. അത് ഉണ്ടാക്കുന്നത് മാത്രമല്ല, അതിനൊരു ക്രമമുണ്ട്, അതിൻ്റെ അളവുകളുണ്ട്. ഇത്ര പൊടിക്ക് ഇത്ര സാധനങ്ങൾ വേണം, എന്നാലേ അതിൻ്റെ രുചി പാകമായിട്ട് വരുള്ളൂ, നളഭാഗമായിട്ട് വരുള്ളൂ. ഒന്നും കൂടാനും പാടില്ല, കുറയാനും പാടില്ല. മറ്റൊന്ന് അത് വേവിക്കുന്ന രീതിയുണ്ട്. അത് വേവിക്കുന്ന തീയ്, അതിൻ്റെ ക്രമം, എത്ര സമയം വേവിക്കണം, പിന്നെ അത് പരത്തുന്നതിനുണ്ട്, എല്ലാത്തിനും പ്രത്യേകതയുണ്ട് അല്ലേ. ഒരു കണക്ക് ചെയ്യുന്നത് പോലെ, ഒരു പരീക്ഷണം നടത്തുന്നത് പോലെ വളരെ ശ്രദ്ധയോടെ കണക്കുകൾ കൃത്യമാക്കി, ചേരുവകളൊക്കെ കൃത്യമാക്കി ചെയ്യണം. അതൊരു വലിയ സംഭവം തന്നെയാണ്. അതുകൊണ്ടാണ് ഇതിഹാസം എന്ന് പറയണത്. ചട്ടിപ്പത്തിരി എന്ന് പറയാൻ നല്ല സുഖമുണ്ട്, തിന്നാൻ നല്ല സുഖമുണ്ട്, പക്ഷേ അതൊരു ഇതിഹാസമാണ്. നമ്മൾ സാധാരണ ഇതിഹാസം എന്ന് പറയുന്നത് നമ്മുടെ പുരാണങ്ങളെയൊക്കെയാണ്, മഹാഭാരത രാമായണങ്ങൾ അല്ല, അതുപോലെയുള്ള പുസ്തകങ്ങളെയൊക്കെയാണ്, അത്ര ശ്രേഷ്ഠമായതിനെയാണ്. അത് കാരണം അതൊരു സംഭവമാണ് നമ്മൾ പറയില്ലേ, ആ അർത്ഥത്തിലാണ് ഇവിടെ ഇതിഹാസം എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് അത്രയ്ക്ക് മഹത്തായ അല്ലെങ്കിൽ അത്രയ്ക്ക് അധ്വാനമുള്ളൊരു വലിയ കാര്യമാണ്. വാങ്ങിയ സാധനങ്ങളൊക്കെ എണ്ണം നോക്കേണ്ടതാണ്. ഏറെ കുട്ടികളുള്ള പുരയാണ്. കുട്ടികളുടെ കൈകൾ എല്ലായിടത്തും എത്തും. കുട്ടികളുണ്ട്, കൂട്ടുകുടുംബമാണല്ലോ, ധാരാളം ആളുകൾ അവിടെ താമസിക്കുന്നുണ്ട്, പിള്ളേരുണ്ട്. അപ്പോൾ അവരിതൊക്കെ കണ്ടാൽ അവരെടുത്തുകൊണ്ട് പോയി തിന്നും. പിള്ളേരങ്ങനെയല്ലേ, അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ എവിടെയെങ്കിലൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ അവർ തപ്പിപ്പറക്കി പോയി ചെന്ന് പരിശോധിച്ച് തിന്നും. നമ്മുടെ ബഷീർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ബാപ്പയും ഉമ്മയും ഒന്നും അറിയാതെ പോയി നെയ്യും പഞ്ചസാരയും കൂടി കട്ടെടുത്തൊരു കോമ്പിനേഷൻ ഉണ്ടാക്കി തിന്ന കഥ പാത്തുമ്മയുടെ ആടിലുണ്ട്. അപ്പോൾ കുട്ടികൾ ഇത് കശുവണ്ടിയൊക്കെ കണ്ടാൽ അവർ വെച്ചേക്കുമോ, അവരതെടുത്ത് തിന്നും. പിന്നെ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുമ്പോൾ അത് ഉണ്ടാവില്ല, മാത്രമല്ല വിരുന്നുകാർക്കുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ എണ്ണി തിട്ടപ്പെടുത്തി. 2 റാത്തൽ കോതമ്പപ്പൊടി, 30 കോഴിമുട്ട, 1/2 റാത്തൽ വെള്ള കിസ്മിസ്, 1/2 റാത്തൽ കസ്കസ്, 1/2 റാത്തൽ ബദാം, 1/2 റാത്തൽ നല്ല പശുവിൻ നെയ്യ്, 1/2 റാത്തൽ പഞ്ചസാര, 5 റുപ്പിക തൂക്കം ഏലത്തിരി, അത് കുറച്ചേ ഉള്ളൂ, 1/4 കുപ്പി പനിനീർ. എല്ലാം കണക്ക് പോലെയുണ്ട്. ഇത് ഇത്രയും പത്തിരിക്ക് ഇത്രയും സാധനങ്ങൾ വേണം. അതൊക്കെ കറക്റ്റായിട്ട് അവിടെ തന്നെ ഉണ്ട്, ആരും കൊണ്ടുപോയിട്ടില്ല, ഭാഗ്യം. ഇനി വേണ്ടത് 1/4 സേർ പാലാണ്. നേരത്തെ വാങ്ങി വെച്ചാൽ തെരത്തു പോകും, പിരിഞ്ഞു പോകും എന്നൊക്കെ നമ്മൾ പറയില്ല. അതൊക്കെ പ്രാദേശികമായ ഓരോ വാക്കിനും ഓരോ പ്രദേശത്ത് ഓരോ രീതിയിലായിരിക്കും സംസാരിക്കുക. അത് പ്രാദേശിക സൗന്ദര്യമാണ്. പാല് തലേ ദിവസം വാങ്ങി വെച്ചാൽ ചീത്തയാകും, നമുക്കറിയാലോ. പക്കീർ ചീത്താത്ത പയ്യും പാല് കൊണ്ടെന്നാ ബിച്ചായി ഷെയ്ത്താത്ത ചോദിച്ചു. പാല് വേണം, അത് കൊണ്ടുതരുന്ന ആളാണ് പക്കീർ ചീത്താത്ത. പയ്യും പാല്, പശുവിൻ പാല് കിട്ടിയോ എന്നാണ് അവർ ചോദിച്ചത്. ഉടനെ മകളായ കൽമയി അമ്മയെ സഹായിക്കാൻ അല്ലേ, ഫസ്റ്റ് അസിസ്റ്റൻ്റായിട്ട് ആരും നിൽക്കണം അവിടെ, കൽമയി ഉണ്ട്. കൽമയി പെട്ടെന്ന് പറഞ്ഞു, മൂപ്പത്തി എപ്പം കൊണ്ടെന്നാക്കണ്, ഞാൻ ഉറിമേൽ മൂടി വെച്ചേക്കണ്. അങ്ങനെയാണ് പറഞ്ഞു. ഉറി എന്ന് പറഞ്ഞാൽ പഴയ വീടുകളിലൊക്കെ ഈ അടുപ്പിനോട് ചേർന്ന് കയറ് കൊണ്ട് കെട്ടിയുണ്ടാക്കുന്ന ഊഞ്ഞാല പോലെയുള്ള ഒരു സംഭവമാണ് അല്ലേ. ഈ മൺകലത്തിലൊക്കെ വെക്കുന്ന കറികൾ,
അവിടെയാണ് വെക്കണത്, ചീത്തയാവാതെ. ഇന്നത്തെ പോലെ ഫ്രിഡ്ജില്ല, പഴയ ഫ്രിഡ്ജാണ് ഉറി. അവിടെ ഭദ്രമായിട്ട് അത് അങ്ങോട്ട് ഇരുന്നോളും. അപ്പോൾ ചീത്തയാകാതിരിക്കാൻ പാൽ അവിടെ സേഫായിട്ട് വെച്ചു. കൽമേയി പാലും അടുത്ത് തന്നെ കൊണ്ടുവന്ന് വെച്ചു. അത് പറഞ്ഞത് മാത്രമല്ല, പാല് കൊണ്ടുവന്ന് ഉമ്മയുടെ അടുത്ത് വെച്ചു. ബിച്ചായി ഷെയ്ത്താത്ത ഗോതമ്പപ്പൊടി എടുത്ത് വെള്ളം ചേർത്ത് കുഴച്ച് മാവാക്കി വെച്ചു. അതിനിടയ്ക്ക് കൽമേയി വെള്ളം നിറച്ച ഒരു പിഞ്ഞാണത്തിൽ ബദാം എടുത്തിട്ടു. പൊതിരട്ടെ എന്ന് പറഞ്ഞാൽ കുതിർന്ന് കഴിയുമ്പോഴാണ് അതിൻ്റെ തോല് കളയുള്ളൂ അല്ലേ, അത് മുറിച്ചെടുക്കണം. പാത്തുമ്മേയി താത്ത വേറൊരു സ്ത്രീയാണ്. 30 കോഴിമുട്ടയും ഉടച്ച് സാനിൽ പാർന്നു. സാൻ ഒരു പാത്രം, ഒരു വലിയ പാത്രം. 30 കോഴിമുട്ട ഇങ്ങനെ മുട്ടി അങ്ങോട്ട് ഇട്ടു. പഞ്ചാരപ്പൊതി അഴിച്ച് കുറച്ച് പഞ്ചാര ഉടച്ച മുട്ടയിലിട്ടു. പഞ്ചാരയും ചേർത്തു. ഏലത്തിരിയും എടുത്തിട്ടു. അപ്പോൾ 3 സാധനങ്ങൾ അതിൽ ചേർത്തു. അതാ പനിനീരിൻ്റെ കുപ്പി ഇങ്ങോട്ടിടുമോളെ. കൽമേയി പനിനീരിൻ്റെ കുപ്പി നീക്കി വെച്ചപ്പോൾ കുറച്ച് പനിനീരും ആ മുട്ടയിൽ ചേർത്തു. ആസ തിരിക്കുന്ന മാതിരി വലത് കൈ ചലിപ്പിച്ച് മുട്ടയുടച്ചത് അടിക്കാൻ തുടങ്ങി. അതായത് നമ്മൾ ആസ തിരിച്ചത് മാതിരി എന്ന് പറഞ്ഞാൽ തിരികല്ല്, ആട്ടുകല്ലൊക്കെ തിരിക്കണ പോലെ അത്രയും വേഗത്തിൽ, അല്ലെങ്കിൽ അത്രയും സ്വാഭാവികമായിട്ടത് കലക്കാൻ തുടങ്ങി. കൈ കൊണ്ട് തന്നെ, വലത് കൈ കൊണ്ട്. മോളെ അതാ മാവ് കുഴച്ചത്, എല്ലാവരും കൂടി 20 തോല് പരത്തിക്കോളി. 20 ചട്ടിപ്പത്തിരി ഉണ്ടാക്കണം. തോലെന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? അത്ര നേർത്തതാണ്, അത്ര സോഫ്റ്റായിട്ട് പരത്തണം, കട്ടിയില്ലാതെ. കൽമേയി ഇരുന്നു. അനുജത്തി ബീരാമ്പി ഇരുന്നു. കൽമേയിയുടെ മൂത്ത മോൾ കച്ചേയി ഇരുന്നു. അവരവിടെ പരത്താനിരുന്നു. ചെറിയ മുട്ടി പലകകളിലാണ് ഇരുന്നത്. ഇരിക്കാനൊരു പലകയാണ്. പണ്ടൊക്കെ അങ്ങനെയാണല്ലോ, കസേരയൊന്നുമില്ല, ചെറിയ ചെറിയ പലകകളുണ്ട്, പലകകളിലാണ് ഇരിക്കുന്നത്. ഓരോരുത്തർക്കും മുമ്പിൽ പത്തിരി പരത്തുന്ന വലിയ വട്ടപ്പലകകൾ വലിച്ചിട്ടു. പത്തിരി പരത്താൻ വേണ്ടിയിട്ട് കുറച്ച് പൊടിയെടുത്ത് ആദ്യം പലകമേൽ വിതറി. കുഴച്ച മാവെടുത്ത് 3 പേരും കൂടി 20 ഉരുളകളാക്കി ഉരുട്ടി. ഓരോന്നും വലിയ ആപ്പിളിൻ്റെ വലുപ്പമുണ്ട്. അവരത് ഉരുട്ടി ആദ്യം 20 എണ്ണം പൊടിയിട്ട്. ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഈ പൊടി ഇടണത്. ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിക്കണ ആൾക്കാർക്ക് ഇത് അറിയാൻ പറ്റും. പത്തിരി കുഴലുകൾ തുടച്ച്, ഇല്ലേ, ചപ്പാത്തിയുടെ കോലില്ലേ, ചപ്പാത്തിക്കോല്, അതുപോലെയുള്ള പത്തിരി കുഴലുകൾ തുടച്ച് ഉരുളകളിൽ അമർത്തി റോളർ ഉരുട്ടും പോലെ ഉരുട്ടിക്കൊണ്ട് പരത്താൻ തുടങ്ങി. അവർ പതുക്കെ ചപ്പാത്തി പരത്താൻ തുടങ്ങി. അമർത്തി ഉരുട്ടും തോറും മാവ് ആനച്ചെവിയുടെ രൂപത്തിൽ പലകമേൽ പരക്കുന്നു. അവർ ആഞ്ഞാഞ്ഞ് ഉരുട്ടിയതോടുകൂടി അത് ഇങ്ങനെ വലുതായി തുടങ്ങി, ആനച്ചെവി പോലെ. ഈ ആളുകളൊക്കെ ഈ പൊറോട്ട അടിക്കണ കണ്ടിട്ടില്ലേ, ഇപ്പം നമ്മുടെ ഇവിടെ ഭായിമാരല്ലേ ഉള്ളൂ, അവരൊക്കെ പൊറോട്ട എടുത്ത് അടിക്കണ കണ്ടിട്ടില്ലേ, ആനച്ചെവി അടിക്കണ പോലെ. അതുപോലെയാണ് ഇവരും അത് പരത്തിയത്. അപ്പോൾ ഒരാൾ പറയാണ്, ഇത് കൊയലിമ്മൽ ഒട്ടുപിടിക്കണ, കുറച്ച് പൊടി വേണം. കാരണം അത് പരത്താൻ പറ്റണില്ല. ആ കുഴലിൽ, ആ പരത്തണ സാധനത്തിൽ ആ കോലും അത് ഒട്ടിപ്പിടിക്കണം, അവർക്ക് പരത്താൻ പറ്റണില്ല. അപ്പോൾ കുറച്ച് പൊടിയും കൂടി ഇട്ടാലാണ് അത് സോഫ്റ്റ് ആവുള്ളൂ, ഒട്ടിപ്പിടിക്കാതിരിക്കുള്ളൂ. ബാക്കിയുള്ള പൊടിയുടെ പൊതി കൽമേയി നീക്കി കൊടുത്തു. കുറച്ച് പൊടി എടുത്തു വെച്ചിട്ടുണ്ടായില്ലോ. ബീരാമ്പി പൊടിപ്പൊതി എടുത്ത് പലകമേലും കുഴലിന്മേലും ഒന്ന് പൂശി, ഒന്ന് പുരട്ടി. എന്നിട്ടൊന്ന് പരത്തി നോക്കി. ഇപ്പോൾ ഒട്ടുപ്പില്ല. കച്ചേയും അത് തന്നെ ചെയ്തു. ഇപ്പോൾ അവരുടെ പണി കുറച്ചുകൂടി ഈസിയായി, എളുപ്പമായി. ബിച്ചായി ഷെയ്ത്താത്ത പറഞ്ഞു, 3 ആൾ പരത്താനിരുന്നാൽ ശരിയാവൂല, ഒരാളത് ഓട്ടിലിട്ട് ബാട്ടിയെടുക്കാനിരിക്കട്ടെ. എല്ലാ പെണ്ണുങ്ങളും കൂടി ഇത് പരത്തിക്കൊണ്ടിരുന്നാൽ നടക്കില്ല. വേഗം ഒരാൾ പോയി ഈ പരത്തിയതെല്ലാം വാട്ടിയെടുക്കാൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചുട്ടെടുക്കാനല്ല, ഒന്ന് വാട്ടിയെടുക്കണം. ആനച്ചെവി വലുപ്പത്തിൽ നേർമയിൽ എന്ന് പറഞ്ഞാൽ അത്രയും കട്ടിയില്ലാതെ പരത്തിയ ആദ്യത്തെ തോല് ഉമ്മയെ കാണിച്ചുകൊണ്ട് കൽമേയി ചോദിച്ചു, വലിപ്പം ഇത് മതിയോ? വിരുന്നുകാർക്കുള്ളതാണ്. ഉമ്മയാണ് ആള് അല്ലേ, ലീഡർ. ഉമ്മയോട് ചോദിക്കുക, ഇത് മതിയോ? ബിച്ചായി ഷെയ്ത്താത്ത നോക്കിയിട്ട് പറഞ്ഞു, ചെനമ്പം കൂടി വലുപ്പം ഇരുന്നോട്ടെ, അറച്ചും കൂടി വലുതായിക്കോട്ടെ. വലിയ ചട്ടിപ്പത്തിരി അല്ലേ, പലക നിറയിൽ തന്നെ കണക്ക്. ആ പലക നിറയെ അത്രയും വലുപ്പം വേണം. അല്ല, ആ ചെമ്പ് ഇങ്ങോട്ട് നീക്ക്. കൽമേയി വട്ടച്ചെമ്പ് നീക്കി കൊടുത്തു. വേഗം ചെമ്പെടുത്ത് കഴുകി അടുപ്പത്ത് വെച്ചിട്ട് ബിച്ചായി ഷെയ്ത്താത്ത വെള്ള കസ്കസ് കഴുകി ഊറ്റി ചെമ്പിലിട്ടു. എന്നിട്ട് പറഞ്ഞു, നെയ്യ് ഇങ്ങോട്ടെടുക്ക്, കസ്കസ് പൊരിയണുണ്ട്, അതിൽ കുറച്ച് നെയ്യൊഴിച്ച് വാങ്ങി വെച്ചു. കിസ്മിസ് എടുക്ക്. കിസ്മിസ് എടുത്ത് നെയ്യിൽ പൊരിച്ച് കോരിയെടുത്തു. കരിഞ്ഞു പോയോ? ബേജാറോടെ മൂപ്പത്തി ചോദിച്ചു. ആകെ ടെൻഷനാണ്. ബീരാമ്പി എണീറ്റ് കയ്യിൽക്കണ കൊണ്ട് പൊരിഞ്ഞ കിസ്മിസിൽ കുത്തി നോക്കി. ഇല്ല, കണക്കാണ് എന്ന് പറഞ്ഞാൽ പാകമാണ്, ഓക്കെയാണ്.
സമാധാനം. ബിച്ചായി ഷെയ്ത്താത്ത പിഞ്ഞാണത്തിൽ നിന്ന് പൊതിരാനിട്ട ബദാം എടുത്ത് തോലുരിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കാൻ തുടങ്ങി ബദാം. അപ്പോൾ ചോദിച്ചു, എല്ലാം ആകെ തിരക്കാണ് അമ്മയ്ക്ക്. ആരോടും എല്ലാവരോടും ചോദിക്കുകയാണ്, ഇത് പെട്ടെന്ന് റെഡിയാക്കണം, അതിന് ക്രമം വേണം. പാലും പഞ്ചാരയും കലക്കിപ്പച്ചോ? കൽമേയി വിരൽ കടിച്ചു. ഞാനത് മരിച്ചതുപോലെ മറന്നുപോയി എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ മറന്നുപോയി എന്നാണ്. അത് പറഞ്ഞില്ല, ഞാൻ ചത്തതുപോലെ കിടന്നു എന്ന് പറയില്ലേ നമ്മൾ. അയ്യോ ഞാൻ ചത്ത പോലെ ആയിപ്പോയി. അതൊരു ശൈലിയാണ്. ചത്തട്ടില്ല, പക്ഷെ ചത്ത പോലെ എന്ന് പറയുന്നത് അതുപോലെയാണ്. പൂർണ്ണമായും മറന്നുപോയി എന്നാണ്. നല്ല മറതിയ. എല്ലാത്തിനും ഞാൻ തന്നെ വേണമെന്ന് വെച്ചാലോ? നിങ്ങളൊക്കെ ഇതൊക്കെ പഠിക്കണ്ടേ? എല്ലാ കാലത്തും ചട്ടിപ്പത്തിരി ചൂടാൻ ഉമ്മ ഉണ്ടാവുമോ? കണ്ടോ, എല്ലാ അമ്മമാരും ചോദിക്കണതാ അല്ലേ, മക്കളോട് പറയണതാ ഇതൊക്കെ പഠിക്ക് ചെയ്ത്. എന്നും ഇത് ഉണ്ടാക്കി തരാൻ അമ്മ ഉണ്ടാവില്ല എന്ന് പറയില്ലേ? അത് തന്നെ, അത് അവരുടെ ഭാഷയിൽ നമ്മുടെ ബിച്ചായി ഷെയ്ത്താത്ത പറയണമെന്നുള്ളൂ. ഇതൊക്കെ പഠിക്കും മക്കളെ എന്നാണ്. അവർ ഓരോന്ന് ചെയ്യുമ്പോഴും ഉമ്മയോട് ചോദിക്കുന്നുണ്ടല്ലോ, കാരണം ഉമ്മ എക്സ്പേർട്ടാണ്. ബിച്ചായി ഷെയ്ത്താത്ത പശുവിൻ പാലെടുത്ത് പഞ്ചസാരയിട്ട് നന്നായി ഇളക്കി വേറൊരു വലിയ സാനിൽ ഒഴിച്ചു, വേറൊരു പാത്രത്തിൽ ഒഴിച്ചു. പാലും പഞ്ചസാരയും കൂടി ചേർത്തു. ബാട്ടിയ തോലൊക്കെ ഇതിലിട്, പദം വരട്ടെ. അല്ല, രണ്ടാളും കൂടി ഇതുവരെ 2 തോലാ പരത്തിയത്. ഇക്കണക്കിന് ഇതാവാൻ മൂന്തിയാവൂലോ, രാത്രിയാവൂലോ, സന്ധ്യയാവൂലോ. ഇത്രയും നേരമായിട്ടും 2 എണ്ണമാണ് ആകെ പരത്തിയത്. ഇങ്ങനെ പോയാൽ ഇതെപ്പോൾ തീരാനാണ്? ഇത് രാത്രിയാവൂലോ എന്നാണ്. ഇല്ലുമ്മ, ഇപ്പം പരത്തി തരാം. അവർ പണിക്ക് വേഗം കൂട്ടി. അവർ പതുക്കെയായിരുന്നു, അപ്പം അതിത്തിരി സ്പീഡിലാക്കി. അടുപ്പ് പോണ, ചെമ്പെടുത്ത് അടുപ്പത്ത് വെക്കി. അടുപ്പ് പോണെന്ന് പറഞ്ഞാൽ തീ കത്തിപ്പോണു, വേഗം എടുത്ത് വെക്കി, വെറുതെ തീ കളയല്ലേ. അടുപ്പിൽ വെറുതെ തീ കത്തുന്നത് കണ്ടപ്പോൾ ബിച്ചായി ഷെയ്ത്താത്ത പറഞ്ഞു, നെയ്യിൽ പൊരിച്ചെടുത്ത വെള്ള കസ്കസും കിസ്മിസും ബദാം നുറുക്കിയ കഷ്ണങ്ങളും കൂട്ടിക്കുഴച്ച് പണ്ടമാക്കി ഒരു വലിയ കാസയിൽ മാറ്റിവെച്ചു. അടുത്ത സാധനങ്ങൾ എന്താണ്? പണ്ടമാക്കിയെന്ന് പറഞ്ഞാൽ ഒരുപോലെയാക്കി. എന്തൊക്കെ അതിനകത്ത്? വെള്ള കസ്കസ് ഉണ്ട്, കിസ്മിസ് ഉണ്ട്, ബദാം നുറുക്കിയതുണ്ട്. അതെല്ലാം കൂടി ഒന്നിച്ച് ആക്കി വെച്ചു. വല്യമ്മ കോളായോ? കൽമേയുടെ മകൻ അബു അടുക്കളയിൽ കടന്നിട്ട് ചോദിച്ചു. നല്ല മണമൊക്കെ വരണുണ്ടല്ലേ, പാവം പിള്ളേർ പുറത്തൊക്കെ കളിക്കുക. അവർ വന്ന് ചോദിക്കുക, നന്നായോ, കോളായോ എന്ന് വെച്ചാൽ കോളുണ്ടോ എന്നാണ്, എന്തെങ്കിലും മെച്ചമുണ്ടോ എന്നാണ്. എത്തിയോ? ആളെ തലയെ പിരാന്ത് എടുപ്പിക്കാണ്ട് അപ്പുറം പോയി ഇരുന്നാട്ടെ. ഇത് നിങ്ങൾക്കൊന്നും തിന്നാനല്ല, ഒരുത്തിയിൽ കൊടുക്കാനാ. പിള്ളേരോട് പറഞ്ഞു, വന്നോ, തൻ്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിപ്പിക്കാണ്ട് വല്ലയിടത്തേക്ക് പൊക്കോ വേഗം, ഇത് നിങ്ങൾക്കുള്ളതല്ല വിരുന്നുകാർക്കുള്ളതാണ് എന്ന് പറഞ്ഞ് കുട്ടിയെ ഓടിച്ചു. അപ്പം ഞമ്മക്കില്ല അല്ലേ? അവൻ ചോദിക്കുകയാണ്. ബിച്ചായി ഷെയ്ത്താത്തയ്ക്ക് ഈറയാണ് പിടിച്ചത്. ദേഷ്യം വന്നു. കാരണം എന്താ? ആകെ ടെൻഷനിലാണ് ബിച്ചായി ഷെയ്ത്താത്ത. ഇതൊക്കെ ഒന്ന് പരുവപ്പെടുത്തി എടുക്കണം, പണികളുണ്ട്. ആ നേരത്താണ് പിള്ളേരെ കിന്നാരത്തിന് വരണത് അല്ലേ? എന്താ, ജനിച്ചിട്ട് ചട്ടിപ്പത്തിരി കാണാത്തതല്ലേ? അല്ല പിന്നെ, നീ ഇതുവരെ ചട്ടിപ്പത്തിരി കണ്ടിട്ടില്ലേ, തിന്നിട്ടില്ലേ എന്നാണ് ദേഷ്യത്തോടെ ചോദിച്ചത്. ഗ്രാമഫോണിൽ വന്ന ഒരു പാട്ട് മൂളിക്കൊണ്ട് ഒരു കഷ്ണം ബദാമും കടിച്ച് അബു പോയി. ഒരു പാട്ടൊക്കെ മൂളി അവൻ. അന്ന് ഗ്രാമഫോണുകളുണ്ട് കേട്ടോ, പഴയ റേഡിയോ പോലെ. ഒരു പാട്ടും പാടി അവൻ പോയി. കൽമേയി കുറച്ച് നെയ്യിട്ട് വട്ടച്ചെമ്പെടുത്ത് അടുപ്പത്ത് വെച്ചു. അടുത്തത് നെയ്യ് ഉരുകിയപ്പോൾ കുറച്ച് നെയ്യ് ചെമ്പിൻ മൂട്ടിൽ ബാക്കിയാക്കി ശേഷിച്ചത് മുഴുവൻ കോരിയെടുത്ത് ഒരു തകരപ്പാട്ടയിലേക്ക് പകർന്നു. ചെമ്പ് താഴെ ഇറക്കി വെച്ചു. ഒരു ചെമ്പ് നെയ്യ് ഒഴിച്ച് ചൂടാക്കി അതിനകത്ത് ബാക്കി വന്നത് മാറ്റിവെച്ചു. 20 തോലും പരത്തി കഴിയുമ്പോഴേക്ക് മണിക്കൂർ 3-4 കഴിഞ്ഞിരുന്നു. ഇത്രയും പേര്, 3 പേര് ചേർന്ന്, അല്ല 2 പേരായി കാണാം, ഇടയ്ക്ക് വേറെ പണിക്കൊക്കെ ആൾ പോയില്ലോ. അവർ 4 മണിക്കൂർ കൊണ്ടാണ് ആ 20 തോല്, അത്ര സോഫ്റ്റായിട്ടുള്ള പത്തിരി പരത്തിയെടുത്തത്. വേറെയും ചില കുട്ടികൾ അടുക്കളയിലേക്ക് വന്നു. ഓരോരുത്തർ വരുമ്പോൾ അവരുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടല്ലോ, ബദാമൊക്കെ കണ്ടല്ലോ. അപ്പോൾ മറ്റേ കൊതിയന്മാരും വന്നു. കാസയിൽ പണ്ടം കുഴച്ച് വെച്ചതിൽ നിന്ന് ഒരു കഷ്ണം ബദാം എടുത്ത് ഉസ്മാൻ വായിലിട്ടു. ആരോടും ചോദിച്ചില്ല, ഒരു കഷ്ണം എടുത്ത് പെട്ടെന്ന് വായിലിട്ടു. ബിച്ചായി ഷെയ്ത്താത്ത അവനെ ഒരു നോട്ടം നോക്കി, ഒന്നും മിണ്ടിയില്ല. ദേഷ്യത്തോടെ ഒരു നോട്ടം നോക്കി. അല്ലെങ്കിൽ തന്നെ തീയിലാ നിൽക്കണേ നമ്മുടെ ആ നേരത്താണ്. നിങ്ങളെല്ലാവരും കൂടി പണിയെടുക്കാൻ വന്നാൽ പണി തീരൂല. ഒരു കണ്ടം ബദാം എടുത്തില്ലേ, ഇനി അപ്പുറം പോയി കളിച്ചോളി, പൊക്കോ, ഇവിടെ നിന്നാൽ ശരിയാവില്ല, ഇതൊക്കെ പ്രശ്നമാണ്, വേഗം പൊക്കോ എന്ന് പറഞ്ഞു. വേറൊരുത്തൻ ചോദിച്ചു, ഒരു കണ്ടം കിസ്മിസ്, ഒരു കഷ്ണം കിസ്മിസ് കിട്ടുമോ? മാവ് പരത്തി തോലാക്കിയവരും പരത്തിയ തോല് ഓട്ടിലിട്ട് വാട്ടിയവളും എണീറ്റ് പത്തിരിപ്പലകകൾ മാറ്റിവെച്ചപ്പോൾ
ബിച്ചായി ഷെയ്ത്താത്ത ചോദിച്ചു. അപ്പോൾ അവരുടെ കുറച്ച് പണികളുടെ ഒരു ഘട്ടം കഴിഞ്ഞു. അപ്പോൾ അവരവിടെ നീറ്റാക്കി. മാവ് പരത്തി തോലാക്കിയവരൊക്കെ തോല് ഓട്ടിലിട്ട് ചെമ്പിലിട്ട്, അതായത് അത് വാട്ടിയെടുത്ത ആൾ അവർ ആ പത്തിരി പലകകളൊക്കെ മാറ്റി വെച്ചു. 20 തോല് തികച്ചുമില്ലേ? അവർ ഒരിക്കൽ കൂടി എണ്ണി. ഉണ്ട്, 20 എണ്ണം വേണം. അതില്ലേ എന്നാ ചോദിച്ചത്. ഇനി കയ്യാക്കത്തിന് ഒരാൾ ഇവിടെ നിന്നാൽ മതി. കയ്യാക്കം എൻ്റെ കൈക്ക് അടുത്ത്, എനിക്കൊരു സഹായത്തിന് കയ്യാട്ടം ഒരാൾ മതി, ബാക്കി ആൾക്കാരൊക്കെ പൊക്കോ എന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ അമ്മയ്ക്ക് ചെയ്യാനുള്ള പണികളേ ഉള്ളൂ. ഇനി മേൽനോട്ടം മതി. ഇനി അതിൻ്റെ മെയിൻ കാര്യങ്ങളൊക്കെ ചെയ്യണതാണ്. സഹായികളുടെ ആവശ്യമില്ല. കൽമേയിൽ നിന്നു, മകളാണല്ലോ. മറ്റു 2 പേർ അടുക്കളയിൽ നിന്ന് പോയി. ബിച്ചായി ഷെയ്ത്താത്ത പാലിൽ പദം വരാനിട്ട വാട്ടിയ 2 തോലുകൾ ഒന്നിനു മുകളിൽ മറ്റൊന്നായി നെയ്യുള്ള ചെമ്പിലിട്ടു. എന്താണ് പദം വരാനായി വാട്ടിയ 2 തോലുകൾ? പാലിലാണ് മുക്കിയിട്ടായിരുന്നു ആ വാട്ടിയെടുത്ത പത്തിരി. അതെടുത്തിപ്പോൾ നമ്മൾ ഒരാൾ വന്ന് നെയ്യ് ചൂടാക്കിയല്ലോ, ചെമ്പ് വെച്ച്, വട്ടച്ചെമ്പ് വെച്ച്, അതിലേക്ക് ഈ തോല് എന്ന് പറയുന്ന സാധനം ഇട്ടു. പണ്ടം ഇങ്ങോട്ട് എടുക്കുക. എന്താ പണ്ടം? കിസ്മിസ് കസകസയൊക്കെ ഉള്ളതാണ്. കസ്കസും കിസ്മിസും ചേർത്ത് കുഴച്ച പണ്ടം കൽമേയി എടുത്ത് നീട്ടി. അട്ടിയായി വെച്ച 2 തോലിൻ്റെ മീതെ മൂപ്പത്തി കുറച്ച് പണ്ടം വിതറി എന്ന് പറഞ്ഞാൽ ഈ സാധനങ്ങൾ കിസ്മിസും. എന്നിട്ട് പഞ്ചസാരയും ഏലത്തിരിയും പനിനീരും ചേർത്ത് കലക്കി അടച്ചു വെച്ച കോഴിമുട്ട കൊഴുപ്പിൽ നിന്ന് കുറച്ചെടുത്ത് പണ്ടത്തിൻ്റെ മേൽ പാർന്നു. വീണ്ടും അത് ഒഴിച്ചു. ചാഞ്ഞും ചെരിഞ്ഞും നോക്കി. മുട്ട കലക്കിയത് തോലിൻ്റെ എല്ലാ ഭാഗത്തും എത്തിയോ? അതായത് അതിനെ നിറച്ചു അല്ലേ, ഫില്ല് ചെയ്യാനായിട്ട് ഇത് ഒഴിച്ചു മിശ്രിതം. ആദ്യം 2 തോല വെച്ചത് കേട്ടോ. പിന്നെ ഇനി നോക്കിയേ, അതിന് മീതെ പിന്നെ ഒറ്റ തോലാണ് എടുത്തു വെച്ചത്. അതിന് മീതെയും പണ്ടമിട്ടു. നേരത്തെ പറഞ്ഞ സാധനങ്ങൾ, അണ്ടിപ്പരിപ്പൊക്കെ ഇടും, അണ്ടിപ്പരിപ്പില്ല കിസ്മിസൊക്കെ ഇടും. മുട്ട കലക്കിയതും പാർന്നൊഴിച്ചു. അതങ്ങനെ ക്രമത്തിൽ, അതായത് മുട്ട, പാല്, പഞ്ചസാര, മുട്ട മിശ്രിതം, അതുപോലെ ആ പണ്ടം എന്ന് പറയണ കിസ്മിസ്, കസകസ, ബദാം, അതിങ്ങനെ ഓരോന്നിൻ്റെ മീതെ വെച്ചിട്ട് അതിൻ്റെ മീതെ ഇട്ട് പോവണം. പടച്ചോനെ, ഇത് നന്നാകണേ, ആളുകളെ കൊണ്ട് പറയിക്കരുതേ. നോക്കൂ അമ്മയുടെ മനസ്സ് അല്ലേ, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക, ദൈവമേ രക്ഷിക്കണേ. അത്ര ഒരു ഇഷ്ടത്തോടെയാണ്, അത്ര ഒരു ശ്രദ്ധയോടെയാണ് അവരത് ചെയ്യണത്. അപ്പോൾ പ്രാർത്ഥിക്കാണ്, ദൈവമേ നന്നായി വരണേ, എല്ലാവർക്കും ഇഷ്ടപ്പെടണേ എന്നാണ് അമ്മയുടെ ശുദ്ധ മനസ്സ്. നോക്കുക. ആയോ? ഏതോ കുട്ടി അടുക്കളവാതിൽക്കൽ നിന്ന് ചോദിച്ചു. ബിച്ചായി ഷെയ്ത്താത്ത അത് കേട്ടില്ല. അതെന്നല്ല, ലോകത്തിലെ മറ്റൊരൊച്ചയും കേട്ടില്ല. വേറൊരാളും വന്ന് ചോദിച്ചു. സാധാരണ കുട്ടികൾ വരുമ്പോൾ ഓടിക്കണതാണല്ലേ. ഉമ്മ ഒന്നും മിണ്ടുന്നില്ല, കാരണം ഉമ്മയുടെ ശ്രദ്ധ മുഴുവൻ ഇവിടെയാണ്. കണ്ണും കൽബ് ഹൃദയവും ആത്മാവും ഒക്കെ ചെമ്പിനകത്ത് രൂപം പ്രാപിച്ചു വരുന്ന ചട്ടിപ്പത്തിരിയുടെ സൃഷ്ടികർമ്മത്തിൽ തറച്ചു നിൽക്കുന്നു. ഇനി അത് ചട്ടിപ്പത്തിരിയായിട്ടാണ് വരണത്, ഒന്നിച്ചൊറ്റക്കെട്ടായിട്ടല്ലേ, എന്നിട്ടാണ് അത് മുറിക്കണത്. അപ്പോൾ സൃഷ്ടികർമ്മം നോക്കൂ, എന്തോ ഒരു വലിയ കാര്യം ആണ് ഉമ്മ ചെയ്യണത്. സൃഷ്ടികർമ്മം എന്നൊക്കെ പറയണ കേട്ടോ, എന്തോ ഒന്നും ഉണ്ടാക്കുന്നു. ഒരു ശില്പി ഒരു ശില്പം ഉണ്ടാക്കുന്ന അത്ര ഏകാഗ്രതയോടെ ശ്രദ്ധയോടെയാണ് ഉമ്മ ചെയ്യുന്നത്. അതുകൊണ്ട് അടുത്ത് വന്ന് ചോദിച്ചതൊന്നും ഉമ്മ കാണുന്നില്ല. പ്രാർത്ഥനയോടെ ആ പത്തിരി രൂപപ്പെട്ടു വരാൻ കാത്തിരിക്കുന്ന ഒരു ഉമ്മ, ആ ഉമ്മയുടെ സ്നേഹവും വാത്സല്യവും നന്മയും, അല്ലെങ്കിൽ ആ ചെയ്യുന്ന ജോലിയോടുള്ള ആത്മാർത്ഥതയും, വെറുതെ ഒരു ചട്ടിപ്പത്തിരിയല്ല ഉമ്മ ഉണ്ടാക്കണേ. ഉമ്മയുടെ സ്നേഹമുണ്ട് അതിനകത്ത്, ശ്രദ്ധയുണ്ട്, കരുതലുണ്ട്, ആത്മാർത്ഥതയുണ്ട്, എല്ലാം ചേർന്നതാണ്. മാത്രമല്ല കണ്ണോ മനസ്സോ ഒന്ന് തെറ്റിയാൽ അതിൻ്റെ പാകമുണ്ട്, സമയമുണ്ട്, ക്രമമുണ്ട്. ഇതൊക്കെ തെറ്റിക്കഴിഞ്ഞാൽ ചട്ടിപ്പത്തിരി സ്വാദില്ലാതാവും. കുപ്പായം വിയർപ്പിലൊട്ടി. നോക്കൂ, ഈ അടുപ്പത്താണ് നിൽക്കണത് അല്ലേ, അടുപ്പിൻ്റെ അടുത്താണ് ഉമ്മ നിൽക്കണത്. അപ്പോൾ ആകെ വിയർത്ത് കുളിച്ചു. നെറ്റിയുടെ 2 അറ്റങ്ങളിലും പളുങ്കിൻ്റെ മണി പോലെ വിയർപ്പിൻ്റെ തുള്ളികൾ ഉരുണ്ടുകൂടി നിന്നു. പളുങ്കുമണികൾ പോലെ, വെള്ളാരങ്കല്ല് പോലെ വലിയ വലിയ വിയർപ്പ് തുള്ളികൾ. മനസ്സ് വട്ടച്ചെമ്പിനകത്ത് മാത്രം വട്ടമിട്ട് പറക്കുന്നു. ഇതൊന്നും ഉമ്മ അറിയാതെ ആ വട്ടച്ചെമ്പിൽ, ആ ചട്ടിപ്പത്തിരിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നന്നാവണേ എന്നുള്ള പ്രാർത്ഥനയോടെ ഏകാഗ്രമായി തപസ് ചെയ്യുകയാണ് ഉമ്മ. നന്നായാൽ മതി റബ്ബേ. വീണ്ടും അത് തന്നെ പ്രാർത്ഥന. ബിച്ചായി ഷെയ്ത്താത്ത ആദ്യം ചെയ്തു തന്നെ ആവർത്തിക്കുന്നു. 4ാമത്തെ തോല് വെച്ചു അല്ലേ, അങ്ങനെ 20 തോലും വെച്ചു. അതിൻ്റെ മീതെ എന്തൊക്കെ ഒഴിക്കും? മുട്ട മിശ്രിതം ഒഴിക്കും, പിന്നെ നമ്മുടെ കിസ്മസ് കസകസ ഒക്കെ ചേർക്കും. അങ്ങനെ എല്ലാം ക്രമം അനുസരിച്ച് നടക്കുന്നു. 19ാമത്തെ തോലാണ്, 20 തികയുന്നു. എല്ലാം വെച്ചു. നിവർന്നു നോക്കി. ബാക്കിയുള്ള പണ്ടം മുഴുവൻ 20ാമത്തെ തോലിൻ്റെ മുകളിൽ വിതറി. ഇനിയിപ്പോൾ ഈ പണ്ടം, ഈ കിസ്മിസ് സാധനങ്ങളൊന്നും സൂക്ഷിക്കണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്നിച്ചിട്ടു.
ചാഞ്ഞും ചെരിഞ്ഞും നോക്കി അതിൻ്റെ രൂപം. എല്ലാം സമമായി പതിഞ്ഞിരിക്കുന്നു. ഓക്കെയാണ്. മുട്ട കലക്കിയ സാൻ കയ്യിലെടുത്തു ആ പാത്രം. അത് മുഴുവൻ വടിച്ച് അവസാനത്തെ തോലിന് മീതെ നടുവിൽ പാർന്നു. ബാക്കിയുള്ളതെല്ലാം കൂടി അതിനകത്തേക്ക് ഒഴിച്ചു. എല്ലാ ഭാഗത്തേക്കും ഒലിച്ചിപ്പോൾ സമമായി, ഒപ്പമായി. 31 നിവർന്ന് കൈ കുടഞ്ഞു. ഊർന്നു വീണ തട്ടം നേരെയാക്കി. പണി കഴിഞ്ഞു അല്ലേ? എന്നിട്ട് ബിസ്മില്ലാ പ്രാർത്ഥിക്കണം. വിറയ്ക്കുന്ന കൈകളോടെ ചെമ്പ് അടപ്പത്ത് കയറ്റുന്നു. മൂടിയെടുത്ത് ചെമ്പിന് മുകളിൽ വെച്ചു. അടുപ്പിലെ ചകിരിത്തീയിൽ നിന്ന് കുറച്ചെടുത്ത് ചെമ്പിന് മുകളിലിട്ടു. കണ്ടോ? തീ കുറച്ച് ചെമ്പിന് മുകളിലിട്ടു. കനല്, ചകിരിത്തീയ്. കാരണം അതിന് മുകളിലും തീ വേണം, അതിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ അത് മറിച്ചിടൊക്കെ വേണം അല്ലേ? അതിപ്പോൾ അതിൻ്റെ ഒരു സൗന്ദര്യമൊക്കെ പോകും. ഇപ്പോൾ ഇതിൻ്റെ മുകളിലും തീയിട്ട്, ഇപ്പം ഈ പഴയ കാലത്തൊക്കെയാണെങ്കിൽ കൽത്തപ്പം എന്ന് പറഞ്ഞിട്ടൊരു സംഭവം നിങ്ങൾ കഴിക്കണ്ടാവില്ലേ? ഈ ക്രിസ്ത്യൻസൊക്കെ ആണെങ്കിൽ അതും ഒരു പരമ്പരാഗത പലഹാരമാണല്ലോ. പെസഹ വ്യാഴാഴ്ച അത് ഉണ്ടാക്കുമ്പോൾ പഴയ കാലത്തൊക്കെ ഇതുപോലെ ചെമ്പിൻ്റെ മുകളിൽ തീ ഇടുമായിരുന്നു. ഇതുപോലെയുള്ള കനലിടുമായിരുന്നു. പുതിയ ചകിരിയും ഇട്ടു. അടുപ്പിലെ തീയൊന്ന് ഉള്ളോട്ട് തള്ളി അല്ലേ? തീ അകത്ത് കയറ്റി വെച്ചു. ആ അടുപ്പിലേക്ക് കയറ്റി വെച്ചു വിറക്. മാറി നിന്ന് അടിയിലും മുകളിലും തീ ശരിയായ നിലയിലാണോ എന്ന് നോക്കി. താഴെയും തീയുണ്ട്, പാത്രത്തിൻ്റെ മുകളിലും ഈ ചകിരി കത്തിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഒപ്പം വേകണം, അതിനാണ്. ബറാബർ, ഓക്കെ അല്ലേ? റബ്ബേ ഇത് നന്നാകണേ. വീണ്ടും അത് തന്നെ. നെറ്റിയിൽ ഉരുണ്ടുകൂടിയ വിയർപ്പ് തുള്ളികൾ ചൂണ്ടുവിരൽ മടക്കി തുടച്ച് അവർ പ്രാർത്ഥനാഭാവത്തിൽ നിന്നു. അപ്പം എല്ലാം ചെയ്തു. അടുപ്പത്ത് വെച്ചു, മുകളിലും താഴെയും തീയിട്ടു, നോക്കി നിൽക്കുകയാണ്. നന്നാവും. കണ്ടോ? ഇത്രയും കൃത്യമായിട്ടൊരു പ്രതീക്ഷയുണ്ട്. ഇത്രയൊക്കെ ചെയ്തതുകൊണ്ട് എന്തായാലും നന്നാവും. മോളെ ഒരു ബായിക്ക് ബെത്തിലടയ്ക്കുക. ഒന്ന് വിശ്രമിക്കാം, ഒന്ന് മുറുക്കട്ടെ. ഇനി ഞാനൊന്ന് മുറുക്കട്ടെ എന്ന് പറയണ പോലെ ഒന്ന് മുറുക്കട്ടെ. ഒരു വലിയ ജോലി, ഇതിഹാസം അല്ലേ? ഒരു ഇതിഹാസമാണ് ചെയ്തു തീർത്തത്. എന്താണ് ഇനിയൊന്ന് മുറുക്കണം. പലഹാരങ്ങളുടെ താജ് പണിത ആ കൈകൾക്ക് ആശ്വാസം തോന്നി. മനസ്സിൽ നിറഞ്ഞ നിർവൃതി. താജ് എന്ന് പറയുന്നത് ഏറ്റവും കിരീടമാണ്, ഏറ്റവും ശ്രേഷ്ഠമായത്, ഏറ്റവും വലുത്, ഏറ്റവും ഗംഭീരമായത്, ഏറ്റവും ഉന്നതമായത്. പലഹാരങ്ങളുടെ റാണിയാണ് ചട്ടിപ്പത്തിരി. അതുകൊണ്ടാണ് അത് അത്രയും പ്രയാസമുണ്ട് ഉണ്ടാക്കാൻ. അത്രയും സ്വാദിഷ്ടമാണെങ്കിൽ അതിന് പിന്നിൽ അത്രയും അധ്വാനമുണ്ട്. അതുകൊണ്ടാണ് താജ് പണിത് ആ കൈകൾ. മനസ്സിൽ നിറഞ്ഞ നിർവൃതി. ഉമ്മയ്ക്ക് വലിയ ആശ്വാസം തോന്നി, സന്തോഷം തോന്നി. ചട്ടിപ്പത്തിരിയൊക്കെ ഉണ്ടാക്കി കഴിച്ചു നോക്കുക കേട്ടോ. അപ്പോൾ ഇപ്പം നമുക്ക് പറഞ്ഞു തന്നു. ഇതിപ്പോൾ ഒരു പാഠം മാത്രമല്ലല്ലോ നമ്മൾ പഠിച്ചത് എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി. കുറേ ആളുകളുടെ ഭാഷ മനസ്സിലാക്കി അല്ലേ? ഒരു സമുദായത്തിൻ്റെ ഭാഷ, പഴയ കാലത്തെ പാത്രങ്ങൾ, പഴയ കാലത്തെ കണക്കുകൾ കണ്ടില്ലേ? പിന്നെ അളവ്, അതിനെയൊക്കെ ഏത് രീതി ഉപയോഗിക്കുന്ന വാക്കുകൾ, ആളുകളുടെ സംസാരം, പിന്നെ നമുക്ക് ചിലർക്കെങ്കിലും അപരിചിതമായ സുന്ദരമായ മുസ്ലിം നാട്ടുഭാഷ, ആ പ്രദേശത്തിൻ്റെ പ്രത്യേകതകൾ, ഇത്തരം കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു അല്ലേ? പിന്നെ ഒരു പലഹാരം, ചട്ടിപ്പത്തിരി എന്ന് പറയുന്ന മനോഹരമായൊരു പലഹാരം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചു. എങ്ങനെയാണ് ഒരു പലഹാരം ഉണ്ടാക്കുന്നതെന്നുള്ള കാര്യവും നമ്മൾ പഠിച്ചു. വേറൊന്ന് നമ്മൾ പഠിച്ചത് എന്താ? എത്ര സിൻസിയറായിട്ടാണ്, എത്ര ആത്മാർത്ഥമായിട്ടാണ് ആ സ്ത്രീകൾ ആ ജോലി ചെയ്യുന്നത്. പ്രത്യേകിച്ചും വിജയിഷ് താത്ത എത്ര അവർ പ്രാർത്ഥിക്കുന്നു അത് നന്നാവാൻ വേണ്ടി. എന്താണ് അവർ എന്തൊക്കെയാണ് എത്രയോ പ്രാവശ്യം ചാഞ്ഞും ചരിഞ്ഞും നോക്കുന്നു. കാര്യങ്ങൾ കൃത്യമായി ചെയ്യാത്തവരോട് ചെറിയ രീതിയിൽ ദേഷ്യം പിടിക്കുന്നു. എല്ലാം സ്വന്തം കയ്യിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ വളരെ ആത്മാർത്ഥമായിട്ട് ഏകാഗ്രതയോടെ അതിന് പിറകിൽ പ്രവർത്തിച്ച ബിച്ചായി ഷെയ്ത്താത്തയും നമുക്ക് ഓർമ്മ വരും. രസകരമായൊരു അടുക്കളയും പഴയ കാലത്തെ സ്ത്രീ ജീവിതങ്ങൾ, അടുക്കളയിൽ ഉരുകിച്ചേരുന്ന കുറേ ജീവിതങ്ങൾ. ഇതിപ്പോൾ വളരെ സന്തോഷത്തോടെ താല്പര്യത്തോടെയാണ് അല്ലേ ഈ സ്ത്രീകൾ അടുക്കളയ്ക്കകത്ത് ചെയ്യുന്ന അവരുടെ അധ്വാനം പലപ്പോഴും പരിഗണിക്കപ്പെടാതെ പോകുന്ന അധ്വാനം. ചട്ടിപ്പത്തിരി ആളുകൾ സ്വാദോടെ തിന്നുമ്പോൾ അതിന് പുറകിൽ എത്രയോ പേരുടെ കഠിനമായ എത്രയോ മണിക്കൂറുകൾ നീണ്ട അധ്വാനം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ നോവൽ ഭാഗത്ത് നിന്ന് പഠിക്കാൻ സാധിച്ചു. ഈ ചോദ്യങ്ങളിലൂടെ ഒന്ന് പോകാം. അടുക്കളയിൽ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കുറേ ഉപകരണങ്ങളുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ട് എന്തൊക്കെയാണ് അവിടെ എടുത്തു വെച്ച സാധനങ്ങൾ? പിഞ്ഞാണം, സാൻ, കയ്ല്, ചെമ്പ്, വട്ടപ്പലക, മുട്ടിപ്പലക, തകരപ്പാട്ട അല്ലെ നെയ്യ് പകർന്നത്, പത്തിരിക്കുഴൽ, കാസ, ഇഷ്ടംപോലെ സാധനങ്ങൾ അതിനകത്ത് ഓരോ ഭാഗത്തും പറയുന്നുണ്ട് കേട്ടോ. അത് കണ്ടെത്തി എഴുതണം. ഏറെ കുട്ടികളുള്ള പുരയാണ്. കുട്ടികളുടെ കൈകൾ എല്ലായിടത്തും എത്തും. ഇങ്ങനെ പറഞ്ഞത് ഏത് സന്ദർഭത്തിലാണ്? ഇങ്ങനെ പറയാൻ കാരണം എന്ത്? അദ്രുമാൻ പിയാപ്പിള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു. പിറ്റേ ദിവസം അവർ ചട്ടിപ്പത്തിരി ഇതിഹാസം തയ്യാറാക്കാൻ നേരത്താണ്. അങ്ങനെ അതിനു മുമ്പാണ് അവരത്
എല്ലാം ഉണ്ടോ എന്ന് നോക്കിയത്. കാരണം എല്ലാം ഒരേ അളവിലുണ്ടെങ്കിലേ ചട്ടിപ്പത്തിരിക്ക് സ്വാദുണ്ടാകൂ. 2 കുട്ടികളുണ്ട് അല്ലേ, അവരുടെ പ്രായം അതാണ്, അവർ കുറുമ്പന്മാരാണ്, ഇടയ്ക്ക് ഓടി വന്ന അടുക്കളയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ എടുത്ത് തിന്നിട്ട് പോകും. അപ്പോൾ ആ ഒരു കുറവ് പലഹാരത്തിലും നിഴലിക്കും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഞാൻ മരിച്ച പോലെ മറന്നുപോയി. ഈ വാക്യം അർത്ഥമാക്കുന്നത് എന്ത്? അതൊരു ശൈലിയാണ്. എല്ലാം മറന്നുപോയി, എല്ലാം, ഞാൻ ജീവിച്ചിരിക്കുന്ന കാര്യം പോലും മറന്നു. അമ്മ പറഞ്ഞത് മറന്നുപോയി, ഒരു എക്സ്ക്യൂസ് പോലെ പറയണതാണ്. ഞാൻ മറന്നുപോയിട്ടോ എന്നാണോ പറയുന്നത്. ഞാൻ ചത്ത പോലെയായി, എൻ്റെ അമ്മ എൻ്റെ ജീവൻ പോയി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. ജീവൻ പോയിട്ടാണോ? അതൊക്കെ ശൈലിയാണ്. എന്താ, ജനിച്ചിട്ട് ചട്ടിപ്പത്തിരി കാണാത്തതല്ലേ? അല്ല പിന്നെ ആരാ ഇങ്ങനെ പറഞ്ഞത്? നമ്മുടെ ബിച്ചൈ ഷായി താത്തയാണ്. എപ്പോഴാണ്? ഒരു കുട്ടി വന്ന് ചോദിക്കുന്നുണ്ട്, ഞമ്മക്കില്ല എന്ന് പറയണില്ല, എന്ന് നിങ്ങൾക്കുള്ളതല്ല എന്ന് പറയുമ്പോൾ അപ്പം ഞമ്മക്കില്ല എന്ന് അവൻ സ്വഗതമായി എന്ന് പറഞ്ഞ് തന്നോട് തന്നെ പറയുമ്പോഴാണ് ദേഷ്യം പിടിച്ച് ഈറ പിടിച്ച് നമ്മുടെ ഇത്ത ഇങ്ങനെ പറയുന്നത്. ബിച്ചൈ ഷെയ്ത്താത്ത അത് കേട്ടില്ല, അതെന്നല്ല, ലോകത്തിലെ മറ്റൊരൊച്ചയും കേട്ടില്ല. എന്താവും കാരണം? അവർ ഏകാഗ്രതയോടെ പ്രാർത്ഥനയോടെ ഒരു ചട്ടിപ്പത്തിരി റെഡിയാക്കുകയാണ്. അതിൻ്റെ താളത്തിലും ക്രമത്തിലും അത് വേവിക്കാൻ പാടുപെടുകയാണ്. അവരുടെ മനസ്സ് മുഴുവൻ അതിലാണ്. ഈ ലോകത്ത് എന്ത് സംഭവിച്ചാലും അവരറിയാൻ പോണില്ല. അതുകൊണ്ടാണ് അവരതൊന്നും അത്ര ഏകാഗ്രമായിട്ടാണ് അവരത് ചെയ്തുകൊണ്ടിരുന്നത്. പലഹാരങ്ങളുടെ താജ് പണിത ആ കൈകൾക്ക് ആശ്വാസം തോന്നി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ട്? ഇവിടെ താജ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്തിനല്ലേ? ചട്ടിപ്പത്തിരിയാണ്. കാരണം അത്രയും നേരം എത്ര ആധിയോടെയാണ് ഓരോ കാര്യങ്ങളും ചെയ്തത്, മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിച്ചത്, എല്ലാം ഏകോപിപ്പിച്ചത്. ഒരു നേതാവിൻ്റെ എല്ലാ ക്വാളിറ്റിയും എല്ലാ കഴിവുകളും ഉണ്ട് നമ്മുടെ ബിച്ചൈ ഷെയ് താത്തയ്ക്ക്. അത്ര ഒപ്പം നിന്ന് മുന്നിൽ നിന്ന് ഒരു നല്ല പലഹാരത്തിന് വേണ്ട എല്ലാ ശ്രമങ്ങളും നടത്തി അവസാനം അത് റെഡിയാക്കാൻ ഒപ്പം നിൽക്കുകയും ചെയ്തു. പിന്നെ താജ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ചട്ടിപ്പത്തിരി കാരണം അത് അത്രയും വിശിഷ്ടമായ ഒരു പലഹാരമാണ്, അത്രയും കേമമാണ്, അത്രയും ശ്രേഷ്ഠമാണ്. അതുകൊണ്ടാണ് താജ് എന്ന് പറയുന്നത്. റാത്തർ, സേർ, പൊതിരുക, തെരത്തുപോകുക, മറതി, ഒട്ടേറെ നാട്ടുഭാഷാ പദങ്ങളുണ്ട്, പ്രാദേശിക ഭാഷാ പദങ്ങൾ. അതായത് ഒരു പ്രത്യേക പ്രദേശത്ത് അല്ലെങ്കിൽ പ്രത്യേക വിഭാഗത്തിലുള്ള ആളുകൾ സംസാരിക്കുന്ന ഭാഷ, അതിൻ്റെ അർത്ഥം കണ്ടെത്തുക എന്നാണ്. പലഹാരങ്ങളുടെ താജ് പണിയുന്ന ബിച്ചൈ ഷെയ് താത്തയെ ഈ കഥ വായിക്കാത്ത കൂട്ടുകാർക്ക് പരിചയപ്പെടുത്തുന്നതിനായി ഒരു കത്തെഴുതൂ. നമ്മുടെ ഹൃദയത്തിലും മനസ്സിലും നിറഞ്ഞു നിൽപ്പുണ്ട് നമ്മുടെ ബിച്ചൈ ഷെയ് താത്ത. എത്ര കരുത്തുള്ളൊരു സ്ത്രീയാണ് അല്ലേ, ഒരു ഉമ്മയാണ്. എല്ലാവരും ഒപ്പം നിർത്തി ആ പലഹാരത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായി നോക്കിക്കണ്ട് തയ്യാറാക്കി. ക്ലാസ് പറഞ്ഞപ്പോൾ അതൊക്കെ ഞാൻ കൃത്യമായി പറഞ്ഞ് പോയതാണ്. അടുക്കള എന്ന കവിതയിൽ ആര് മറന്നു വെച്ചു ഈ അടുക്കള? ഒരു പക്ഷേ എൻ്റെ അമ്മയുടെ ജീവിച്ചിരുന്നിരിക്കാൻ പോലും ഇടയില്ലാത്ത അമ്മയുടെ അമ്മയായിരിക്കാം എന്ന വരികളും ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. ആൺമക്കൾക്കും ഇത് ബാധകമല്ലേ? എല്ലാത്തിനും ഞാൻ തന്നെ വേണമെന്ന് വെച്ചാൽ നിങ്ങളൊക്കെ ഇതൊക്കെ പഠിക്കേണ്ട. എല്ലാ കാലത്തും ചട്ടിപ്പത്തിരി ചൂടാൻ ഉമ്മ ഉണ്ടാവുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ യുക്തിപൂർവ്വം അവതരിപ്പിക്കുക. അടുക്കള ആരുടേതാണ്? അടുക്കള എല്ലാവരുടേതുമാണ്. പക്ഷേ കഷ്ടകാലം, ദൗർഭാഗ്യവശാൽ അത് സ്ത്രീകളുടെ മാത്രം സ്വന്തമായി രാജ്യമായി കണക്കാക്കപ്പെടുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഏത് നൂറ്റാണ്ടിലാണെങ്കിലും അത് പെണ്ണിന് മാത്രം അവകാശപ്പെട്ടതാണ്. അങ്ങനെയല്ല. അടുക്കള ഒരു പൊതു ഇടമായി മാറണം. പെൺകുട്ടികളെ പോലെ ആൺകുട്ടികളും ഇത്തരം കാര്യങ്ങളിൽ താല്പര്യം കാണിക്കുകയും തയ്യാറാവുകയും ഇതുപോലെ ഇപ്പോൾ എത്ര ആത്മാർത്ഥം എത്ര ഇഷ്ടത്തോടെ ചെയ്ത് എല്ലാവർക്കും അത് ചെയ്യാൻ, അത് ഒരു സ്ഥിതി സമത്വത്തിൻ്റെ അല്ലെങ്കിൽ സ്ത്രീ പുരുഷ സമത്വത്തിൻ്റെയൊക്കെ ഒരു അടയാളമായിട്ടത് അടുക്കളയും മാറേണ്ടതാണ്. ഇനിയുള്ള കാലങ്ങളിൽ അത്തരം വിപ്ലവങ്ങൾ വന്നേ മതിയാകൂ.